തൃശൂർ ജില്ലയിലായിരുന്നു നാടിനെ ഇളക്കിമറിച്ച സംഭവം അരങ്ങേറിയത്. രാവിലെ ഏകദേശം 9 മണിയോടുകൂടി വയലത്തൂരിലുള്ള വീട്ടിലേക്ക് മാതാപിതാക്കൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിനായി എത്തിയതായിരുന്നു അവരുടെ മകനായ നൌഷാദ് എന്ന വ്യക്തി. 9 മണി കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്തത് കണ്ട് നൌഷാദിന് സംശയം തോന്നി. എത്ര വിളിച്ചു നോക്കിയിട്ടും കോളിംഗ് ബെൽ അമർത്തി നോക്കിയിട്ടും വാപ്പയും ഉമ്മയും കതവ് തുറക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സംശയം തോന്നിയ നൌഷാദ് വീടിന്റെ ഒരു വശത്തുകൂടി പിൻഭാഗത്തേക്ക് പോയ സമയത്തായിരുന്നു ഒരു ജനൽപ്പാളി പാതി തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ജനൽപ്പാളി തുറന്ന് അകത്തേക്ക് നോക്കിയ നൌഷാദ് ഭയന്ന് വിറച്ച് നിലവിളിച്ചു പോയി. വീടിനുള്ളിൽ 2 കാലുകൾ തൂങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് നൌഷാദ് കണ്ടത്. കാലിന്റെ താഴ്ഭാഗത്തായി തറയിൽ രക്തം തളം കെട്ടിക്കിടപ്പുണ്ട്. അത് തന്റെ ബാപ്പയുടെ കാലുകളാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നൌഷാദിന് വ്യക്തമായി. നടുങ്ങിപ്പോയ നൌഷാദ് വീടിന്റെ പിൻഭാഗത്തെത്തി അടുക്കളവാതിലിൽ തള്ളി നോക്കിയപ്പോൾ തന്നെ അത് അകത്തേക്ക് തുറക്കപ്പെട്ടു. അടുക്കളവാതിലിലൂടെ ബാപ്പ എന്നുറക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയ നൌഷാദ് പ്രധാന ഹാളിലെ സ്റ്റെപ്പിന് സമീപം എത്തിയപ്പോഴേക്കും ഒന്ന് നിന്നു. മുകളിലത്തെ നിലയിലേക്കുള്ള കോണിപ്പടിയിൽ നൌഷാദിനെ കാത്ത് ഒരു ഭീകര കാഴ്ച ഇരിപ്പുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട് നൌഷാദിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. നൌഷാദിനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നൌഷാദിന്റെ ഉമ്മയുടെ തല കോണിപ്പടിയിലിരിക്കുന്നു. ആ കാഴ്ച കണ്ട നൌഷാദ് അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടി. നൌഷാദിന്റെ ഉറക്കെയുള്ള നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് അയൽവാസികളൊക്കെ ഓടി വന്നു. എന്തു പറ്റിയെന്നുള്ള നാട്ടുകാരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും നൌഷാദിന് കഴിഞ്ഞില്ല. നൌഷാദ് കൈ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് വീടിന്റെ പിൻവശത്തെ വാതിലിലൂടെ ആളുകൾ ഓടി അകത്തേക്ക് കയറി. കോണിപ്പടിയിൽ ആ വീട്ടിലെ ഉമ്മയുടെ തല മാത്രം ഇരിക്കുന്ന കാഴ്ച കണ്ട് നടുങ്ങിപ്പോയ നാട്ടുകാർ ഉടൻ തന്നെ സംഭവം സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. SI ഉൾപ്പെടുന്ന സംഘം ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തി. പോലീസ് സംഘം ആ വീടിന്റെ പിൻവാതിലിലൂടെ വീടിനകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയ പോലീസുകാരും കോണിപ്പടിയിലിരിക്കുന്ന തലയുടെ ഭാഗം കണ്ടു. അതിനുശേഷം സമീപത്തുള്ള മുറിയിൽ ഒരു തിരച്ചിൽ നടത്തിയപ്പോഴാണ് തലയുടെ ബാക്കി ഭാഗമായ ഉടല് തൊട്ടപ്പുറത്തെ മുറിയിലിരിക്കുന്നത് പോലീസ് സംഘത്തിന്റെ കണ്ണിൽപ്പെട്ടത്. നൌഷാദിന്റെ ഉമ്മയായ ജമീലയുടെ തലയില്ലാത്ത ഉടലാണ് കട്ടിലിൽ കിടക്കുന്ന കാഴ്ച പോലീസ് സംഘം കണ്ടത്. തൊട്ടപ്പുറത്തെ മുറി പരിശോധിച്ച പോലീസ് സംഘത്തിന് മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച കൂടി കാണേണ്ടി വന്നു. ആ വീട്ടിലെ ഗൃഹനാഥനായ അബ്ദുള്ളയുടെ കാലുകളും കഴുത്തുമെല്ലാം വെട്ടിമുറിച്ചിരിക്കുന്നു. തറയിലും ഭിത്തിയിലുമെല്ലാം രക്തം ചിതറിത്തെറിച്ചതിന്റെ പാടുകൾ കാണാം. കട്ടിലിൽ കിടക്കുന്ന മൃതദേഹത്തിന്റെ കാലുകൾ വെട്ടിമുറിച്ച് ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. ഞെട്ടിപ്പിക്കുന്ന 2 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. പോലീസ് സംഘം ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെയും ഡോഗ് സ്ക്വാഡിനെയും ഫോറൻസിക് സംഘത്തെയും സംഭവസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. വീടിനുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ പോലീസുകാർ മരണപ്പെട്ട ദമ്പതികളുടെ മകനായ നൌഷാദിനോട് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. വർഷങ്ങളായി നൌഷാദിന്റെ പിതാവ് അബ്ദുള്ള ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് തിരികെ എത്തിയ ശേഷം സമാധാനപരമായ ഒരു ജീവിതമാണ് ആ കുടുംബം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കാകട്ടെ പറയത്തക്ക ശത്രുക്കളൊന്നുമില്ല. നൌഷാദ് കുടുംബവുമായി ആ വീടിന് സമീപത്ത് തന്നെ മറ്റൊരിടത്ത് മാറി താമസിക്കുകയാണ്. ആ വീട്ടിൽ അബ്ദുള്ളയ്ക്കും ഭാര്യ ജമീലയ്ക്കുമൊപ്പം നൌഷാദിന്റെ സഹോദരിയായ സിനിയുടെ ആദ്യ വിവാഹത്തിലെ മകനായ അക്മൽ കൂടി താമസിക്കുന്നുണ്ട്. സഹോദരിയുടെ രണ്ടാം വിവാഹം കഴിഞ്ഞതോടുകൂടി അക്മലിനെ കുട്ടിക്കാലം മുതൽക്കേ അബ്ദുള്ളയും ഭാര്യയും ചേർന്നാണ് വളർത്തിയത്. പലപ്പോഴും അബ്ദുള്ളയോടും ഭാര്യയോടും വഴക്കുണ്ടാക്കി ചെറുമകൻ അക്മൽ അവിടെ നിന്ന് പിണങ്ങിപ്പോകുന്നതും പതിവായിരുന്നു. തൊട്ട് തലേ ദിവസം നൌഷാദ് ആഹാരവുമായി ആ വീട്ടിലേക്ക് എത്തിയ സമയത്തും മാതാപിതാക്കൾ വിഷമിച്ചിരിക്കുന്ന കാഴ്ചയാണ് നൌഷാദ് കണ്ടത്. കാര്യം തിരക്കിയ നൌഷാദിനോട് അക്മൽ ബിസിനസ് ആവശ്യത്തിനായി കുറെ പണം ആവശ്യപ്പെട്ടു എന്നും അത് നൽകാത്തതിന്റെ ദേഷ്യത്തിൽ അക്മൽ ആ വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയി എന്നും ആ മാതാപിതാക്കൾ നൌഷാദിനോട് പറയുകയും ചെയ്തു. അക്മൽ പിണങ്ങിപ്പോകുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ താനതത്ര കാര്യമാക്കിയില്ല എന്നും നൌഷാദ് പോലീസിനോട് പറഞ്ഞു. പോലീസ് സംഘം ഉടൻ തന്നെ അക്മലിന്റെ നമ്പർ നൌഷാദിന്റെ കയ്യിൽ നിന്നും വാങ്ങി. ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ നമ്പർ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയ സാഹചര്യത്തിൽ ഉടൻ തന്നെ അക്മലിന്റെ നമ്പർ SI സൈബർ സെല്ലിന് കൈമാറുകയും അക്മൽ എവിടെയുണ്ടെങ്കിലും അയാളെ വിവരമറിയിച്ച് സംഭവസ്ഥലത്തേക്ക് എത്തിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. കൊല്ലപ്പെട്ടിരിക്കുന്നത് അക്മലിനെ വളർത്തി വലുതാക്കിയ വല്യുപ്പയും വല്യുമ്മയുമാണ്. അതുകൊണ്ട് തന്നെ അക്മൽ സ്ഥലത്തുണ്ടാകേണ്ടത് അത്യാവശ്യവുമാണ്. രാത്രി സമയത്ത് അസ്വാഭാവികമായ നിലയിലുള്ള ശബ്ദം എന്തെങ്കിലും കേട്ടോ എന്ന് പോലീസ് സംഘം ഉടൻ തന്നെ നാട്ടുകാരോട് ചോദിച്ചു. നൌഷാദ് തലേ ദിവസം രാത്രി 8 മണിയോടുകൂടിയാണ് ആ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയത്. പിറ്റേ ദിവസം രാവിലെ 9 മണിയോടുകൂടി നൌഷാദ് തിരികെ എത്തിയിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ രാത്രി 8 മണിക്കും രാവിലെ 9 മണിക്കും ഇടയിലുള്ള സമയത്താകാം സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് പോലീസ് വിലയിരുത്തി. രാത്രിയിൽ 8 മണിക്കും രാവിലെ 9 മണിക്കും ഇടയിലുള്ള സമയത്ത് അസ്വാഭാവികമായ രീതിയിലുള്ള ശബ്ദം എന്തെങ്കിലും കേട്ടോ എന്നുള്ള പോലീസുകാരുടെ അന്വേഷണത്തിന് പല ആളുകളും മറുപടി പറഞ്ഞു. കൂട്ടത്തിലൊരാൾ രാത്രി 12 മണി വരെ താൻ ഉണർന്നിരുന്നു എന്നും അതുവരെ ആ വീട്ടിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ശബ്ദവും കേട്ടിട്ടില്ല എന്നും ആ അയൽവാസി പോലീസിനോട് പറഞ്ഞു. രാത്രി 12 മണി വരെ ആ വീട്ടിലപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പോലീസിന് വ്യക്തമായി. അതുമാത്രവുമല്ല, ആ വീടിനെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുള്ള വ്യക്തികൾ തന്നെയാകാം കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് വിലയിരുത്തി. സാധാരണയായി അക്മൽ ആ വീട്ടിലുണ്ടാകാറുണ്ട്. സംഭവം നടന്ന ദിവസം അക്മൽ ആ വീട്ടിലില്ല എന്ന് ഉറപ്പുള്ളത് നൌഷാദിന് മാത്രമാണ്.
സ്വാഭാവികമായും പോലീസിന്റെ സംശയം നൌഷാദിലേക്ക് നീങ്ങി. എന്നാൽ അതേ നൌഷാദ് തന്നെയാണ് രാവിലെ 9 മണിക്ക് തന്റെ ബാപ്പയും ഉമ്മയും മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടതും പോലീസിൽ വിവരമറിയിച്ചതും. എങ്കിലും സംശയിക്കേണ്ട ആളുകളുടെ ലിസ്റ്റിൽ പോലീസ് സംഘം നൌഷാദിനെ കൂടി ചേർത്തു. ചോദ്യം ചെയ്യേണ്ട നാട്ടുകാരുടെ ലിസ്റ്റ് പോലീസ് സംഘം തയ്യാറാക്കുന്നതിനിടയിൽ അകത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. നിരവധി വിരലടയാളങ്ങളാണ് ഫോറൻസിക് സംഘത്തിന് ലഭിച്ചത്. എന്നാൽ ആ വിരലടയാളങ്ങളൊക്കെ തന്നെ ആ വീട്ടിൽ വന്നു പോകുന്ന ആളുകളുടേതാണെന്ന് പോലീസിന് വ്യക്തമായി. അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങൾ നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഗ്ലൗസ് ധരിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത്. അടുക്കളവാതിൽ തുറന്നാണ് അക്രമികൾ അകത്ത് കടന്നിരിക്കുന്നത്. ആ വാതിൽ എങ്ങനെ തുറക്കാമെന്ന് പോലീസ് സംഘം ഒരു പരിശോധന നടത്തിയപ്പോൾ ആ വാതിലിനോട് ചേർന്നുള്ള ചെറിയൊരു ജനാല പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ജനാലയിൽ 1-2 തവണ തട്ടിയാൽ ആ ജനാലയുടെ കുറ്റി ഇളക്കപ്പെടും. അതിലൂടെ അടുക്കളവാതിലിന്റെ കുറ്റി എടുക്കാനുമാകും. അകത്ത് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം 2 പേരുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി ഷിഫ്റ്റ് ചെയ്തു. ഈ സമയത്താണ് നൌഷാദ് ഒരു നിർണായകമായ കാര്യം പോലീസിനോട് പറയുന്നത്. നൌഷാദിന്റെ ഉമ്മ ജമീലയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊന്നും തന്നെ കാണാനില്ല. ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകൾക്കായി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഈ സമയത്തായിരുന്നു അക്മൽ മംഗലാപുരത്തുണ്ടെന്ന് സൈബർ സെൽ അംഗങ്ങൾ കണ്ടെത്തിയത്. അക്മലിനെയും പോലീസ് സംഘം സംഭവസ്ഥലത്തേക്ക് എത്തിച്ചു. അക്മൽ ജനിച്ച കാലം മുതൽ തന്നെ അക്മലിനെ വളർത്തുന്നത് നൌഷാദിന്റെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിയോഗം അക്മൽ എങ്ങനെ സഹിക്കുമെന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ സംശയം. നാട്ടുകാരങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് വാഹനത്തിൽ അക്മലിനെയും കൊണ്ട് പോലീസ് സംഘം അവിടേക്ക് എത്തിയത്. ആളുകൾ നോക്കി നിൽക്കെ പോലീസ് വാഹനത്തിൽ നിന്നും അക്മൽ പുറത്തിറങ്ങി. വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ അക്മലിനെ കണ്ട് നാട്ടുകാർ നടുങ്ങിപ്പോയി. അക്മലിന്റെ കൈകളിൽ പോലീസിന്റെ വിലങ്ങുണ്ട്. ഉപ്പയെയും ഉമ്മയും കാണാനെത്തിയ ആ ചെറുപ്പക്കാരനെ പോലീസ് സംഘം എന്തുകൊണ്ടാകാം വിലങ്ങ് വെച്ചതെന്ന് നാട്ടുകാർക്ക് സംശയം തോന്നി. ആളുകളെല്ലാം നോക്കി നിൽക്കെ അക്മലിനെ പോലീസ് സംഘം നൌഷാദിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അക്മലിന്റെ കൈവശം ഒരു പൊതിയുണ്ട്. ആ പൊതി തുറന്ന് പോലീസ് സംഘം നൌഷാദിനെ കാണിച്ചു. പൊതിയിലേക്ക് നോക്കിയ നൌഷാദ് ഞെട്ടിപ്പോയി. ആ പൊതിയിലുണ്ടായിരുന്നത് നൌഷാദിന്റെ ഉമ്മയുടെ ആഭരണങ്ങളാണ്. എന്താണ് സംഭവിച്ചതെന്ന് നൌഷാദ് പോലീസുകാരോട് തിരക്കിയ സമയത്താണ് അവർ അക്കാര്യം പറയുന്നത്. അക്മലിന്റെ ടവർ ലൊക്കേഷൻ മംഗലാപുരത്ത് കാണിച്ച സമയത്തായിരുന്നു പോലീസ് സംഘം അന്വേഷണവുമായി മംഗലാപുരത്തെത്തിയത്. പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ മംഗലാപുരത്തുള്ള ഒരു ജുവലറിയിൽ നൌഷാദിന്റെ ഉമ്മയുടെ ഈ ആഭരണങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്ന അക്മലിനെയാണ് പോലീസ് സംഘം കണ്ടത്. മരിച്ച സ്ത്രീയുടെ ആഭരണങ്ങൾ മംഗലാപുരത്ത് അക്മൽ എത്തിക്കണമെങ്കിൽ അവന് ഈ കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. അങ്ങനെയാണ് പോലീസ് സംഘം അയാളെ കസ്റ്റഡിയിലെടുത്തത്. അക്മലുമായി പോലീസ് സംഘം ഉടൻ തന്നെ സംഭവം നടന്ന ആ വീടിനുള്ളിലേക്ക് പോയി. വീടിന്റെ അകത്തേക്ക് കയറിയ അക്മൽ നേരെ വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് പോയത്. അടുക്കളവാതിൽ എങ്ങനെയാണ് താൻ തുറന്നതെന്ന് പോലീസ് സംഘത്തിന് മുൻപാകെ അക്മൽ കാണിച്ചു കൊടുത്തു. അടുക്കളയിലേക്ക് കയറിയ അക്മൽ അടുക്കളയിൽ നിന്ന് തന്നെ മൂർച്ചയേറിയ ഒരു വെട്ടുകത്തിയുമായി ഉമ്മ കിടക്കുന്ന മുറിയിലെത്തി. ആ മുറി ചാരാറേ ഉള്ളൂ എന്നുള്ളത് അക്മലിന് നേരത്തെ തന്നെ അറിവുള്ള കാര്യമാണ്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഉമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. അവരെ ഉണർത്താതെ തന്നെ അവരുടെ അടുത്തേക്കെത്തിയ അക്മൽ ആ ഉമ്മയുടെ ശരീരത്തിൽ നിന്നും കഴുത്തു വെട്ടിമാറ്റി. ആ ഉമ്മ ഒരു ശബ്ദം പോലും ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ മരണം സംഭവിച്ചിരുന്നു. അതിനുശേഷം അക്മൽ ബാപ്പയുടെ മുറിയിലെത്തുകയും വാതിലിൽ തട്ടി വിളിക്കുകയും ചെയ്തു. അബ്ദുള്ള സാധാരണയായി വാതിലടച്ച് കുറ്റിയിട്ട ശേഷമാണ് കിടക്കാറുള്ളത്. വാതിലിൽ മുട്ടുന്നത് കേട്ടുകൊണ്ട് അബ്ദുള്ള വന്ന് വാതിൽ തുറക്കുകയും ചെയ്തു. വാതിൽ തുറന്ന നിമിഷത്തിൽ തന്നെ അക്മൽ അബ്ദുള്ളയെ വെട്ടി വീഴ്ത്തി. അയാളുടെ ശരീരത്തിൽ തലങ്ങും വിലങ്ങും വെട്ടുകയും കട്ടിലിലിട്ട് കഴുത്ത് വെട്ടി മുറിക്കുകയും ചെയ്തു. അബ്ദുള്ളയുടെ മരണം ഉറപ്പാക്കിയ അക്മൽ ആ മുറിയിൽ നിന്നും വീണ്ടും ഉമ്മയുടെ മുറിയിലേക്ക് എത്തുകയും അവരുടെ ശരീരത്തിൽ നിന്നും തലയുടെ ഭാഗം വേർപെടുത്തിയെടുത്ത് കോണിപ്പടിയിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു ജമീലയുടെ ആഭരണങ്ങൾ അക്മൽ അവരുടെ ശരീരത്തിൽ നിന്നും ഊരിയെടുത്തത്. ആഭരണങ്ങളുമായി അടുക്കളയിലെത്തിയ അക്മൽ രക്തം പുരണ്ട ആഭരണങ്ങളൊക്കെ അടുക്കളയിൽ വെച്ച് തന്നെ കഴുകി വൃത്തിയാക്കുകയും അതുപോലെ തന്നെ അവരെ കൊലപ്പെടുത്തുന്നതിനുപയോഗിച്ച വലിയ വാക്കത്തി കഴുകി വൃത്തിയാക്കി അവിടെ വയ്ക്കുകയും ചെയ്തു. ശേഷം ആ ആഭരണങ്ങളുമായി അടുക്കളവാതിലിലൂടെ പുറത്തിറങ്ങി വാതിൽ ചാരി വെച്ച ശേഷം അവിടെ നിന്ന് നടന്ന് ടൗണിലെത്തി അവിടെ നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്നു. വളർത്തി വലുതാക്കിയ വല്യച്ഛനെയും വല്യമ്മയെയും അക്മൽ എന്തിനാണ് കൊലപ്പെടുത്തിയതെന്നായിരുന്നു പോലീസിന്റെ സംശയം. അതിനുള്ള മറുപടിയും അക്മൽ തന്നെ പോലീസിനോട് പറഞ്ഞു. തന്റെ ബിസിനസ് ആവശ്യത്തിനായി അവർ പണം നൽകാത്തതിന്റെ ദേഷ്യം കൊണ്ടാണ് ആ മാതാപിതാക്കളെ വെട്ടി കൊലപ്പെടുത്തിയതെന്നായിരുന്നു അക്മലിന്റെ മറുപടി. ഇതൊക്കെ കേട്ടുകൊണ്ട് നൌഷാദ് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. അക്മൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്നും ഡി അഡിക്ഷൻ സെന്ററിലായിരുന്ന അക്മലിനെ ഏതാനും നാളുകൾക്ക് മുൻപാണ് വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നതെന്നും നൌഷാദ് പോലീസിനോട് പറഞ്ഞു. ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും നാട്ടിലേക്ക് തിരികെ എത്തിയ അക്മലിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നത് കണ്ടുകൊണ്ടാണ് സമീപത്തുണ്ടായിരുന്ന ഒരു ബാങ്കിൽ നൌഷാദ് തന്നെ ഇടപെട്ട് ഒരു ജോലി വാങ്ങി നൽകിയത്. അതുകൊണ്ടുകൂടി അക്മൽ രക്ഷപ്പെടുമെന്നാണ് നൌഷാദ് കരുതിയതെന്നും ഇങ്ങനെയൊരു കാര്യം ചെയ്യുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നൌഷാദ് ഉറക്കെ കരഞ്ഞു തുടങ്ങി. പഠിക്കുന്ന കാലത്തൊക്കെ വളരെ നല്ല കുട്ടിയായിരുന്നു അക്മൽ.
തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മംഗലാപുരത്തേക്ക് പോയതിനു ശേഷമാണ് അക്മലിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നതും അവൻ മയക്കുമരുന്നിന് അടിമയായി മാറിയതും. മംഗലാപുരത്ത് നിന്നും നാട്ടിലേക്ക് അവധിക്ക് വരുന്ന സമയത്തൊക്കെ മുത്തച്ഛനോടും മുത്തശ്ശിയോടുമൊക്കെ അക്മൽ പണം ചോദിക്കുന്നതും പഠിക്കുന്ന ആവശ്യത്തിനായിരിക്കുമെന്ന് കരുതി അവർ പണം കൊടുക്കുന്നതും പതിവായിരുന്നു. അതൊക്കെ മയക്കുമരുന്ന് വാങ്ങുന്ന ആവശ്യത്തിലേക്കാണ് എന്നാൽ അക്മൽ ഉപയോഗിച്ചത്. ക്രമേണ അക്മൽ ചോദിക്കുന്ന പണത്തിൽ വർധനവ് വന്നതോടുകൂടി ആ വീട്ടുകാർ പണം കൊടുക്കൽ നിർത്തുകയും ചെയ്തു. അങ്ങനെ വന്നതോടുകൂടി ആ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അക്മൽ തല്ലിപ്പൊട്ടിക്കുന്നതും വാപ്പയോടും ഉമ്മയോടുമൊക്കെ മോശമായി സംസാരിക്കുന്നതും പതിവായിരുന്നു. ഇത്തവണ വലിയൊരു തുകയാണ് ആ മാതാപിതാക്കളോട് അക്മൽ ചോദിച്ചത്. അത് ഒരു കാരണവശാലും തരാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ആ മാതാപിതാക്കൾ അറിയിച്ചതിനെ തുടർന്നാണ് അക്മൽ ഇത്തരത്തിലൊരു കാര്യം ചെയ്തത്. സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം നൌഷാദ് തന്റെ വാപ്പയെയും ഉമ്മയും കാണാൻ ആ വീട്ടിലെത്തിയതാണ്. അക്മലിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ തനിക്കൊപ്പം മാതാപിതാക്കൾ വരണമെന്ന് നൌഷാദ് നിർബന്ധം പറഞ്ഞതുമാണ്. എന്നാൽ പിണങ്ങിപ്പോയ അക്മൽ മടങ്ങിയെത്തുന്ന സാഹചര്യത്തിൽ വീട്ടിൽ ഒറ്റയ്ക്കായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാപിതാക്കൾ സ്വന്തം മകനായ നൌഷാദിനൊപ്പം പോകാൻ വിസമ്മതിക്കുകയായിരുന്നു. സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ചു വളർത്തിയ ചെറുമകൻ അക്മൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ക്രൂരതയാണ് ആ വൃദ്ധരായ മാതാപിതാക്കളോട് കാണിച്ചത്. എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ അക്മലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം അയാളെ കോടതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്തു. കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ അക്മലിന് കോടതി വിധിക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കും.